ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പല പല ഷോപ്പുകളിലും അതുപോലെ തന്നെ വീടുകളിലുമാണെങ്കിലും നമ്മൾ കോവ് ലൈറ്റ്സുകൾ, അതായത് സീലിംഗ് ലൈറ്റ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ സീലിംഗ് ലൈറ്റ്സുകൾ ജസ്റ്റ് അതിൻ്റെ സീലിങ്ങിൻ്റെ ലൈറ്റ് മാത്രമായിട്ടാണ് നമുക്ക് പുറത്തേക്ക് കാണുന്നത്. പക്ഷേ അതിൻ്റെ ബാക്കിൽ ഒരുപാട് വർക്കുകളുണ്ട്. ആ വർക്കുകളൊക്കെ എങ്ങനെയാണെന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ജിപ്സം ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള സീലിംഗ് വർക്കാണ് ചെയ്യുന്നത്. പല ടൈപ്പ് ജിപ്സം ബോർഡ് അല്ലെങ്കിൽ പല ടൈപ്പ് രീതിയിലുള്ള നമുക്ക് സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ജിപ്സം ബോർഡ് വരുന്നുണ്ട്. ജിപ്സം ബോർഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇത്ര വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള രീതിയിലാണ് ജിപ്സം ബോർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഷോപ്പുകളുടെയാണ് ചെയ്തിരിക്കുന്നത്. ജിപ്സം ബോർഡ് ഉപയോഗിച്ചിട്ടാണ് സീലിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണോ വേണ്ടത് ലൈറ്റ്സുകൾ വേണ്ടത്, അവിടെയൊക്കെ ആദ്യമേ തന്നെ ഒരു തീരുമാനം എത്തണം. എവിടെയൊക്കെ ലൈറ്റ് വേണം എന്നുള്ള തീരുമാനം എത്തിയതിന് ശേഷം ഒരു ഡയഗ്രമാണ് ഇത് മെയിനായിട്ട് വേണ്ടത്. ഒരു ഷോപ്പിൻ്റെ ഡയഗ്രാം, അല്ലെങ്കിൽ ഏതാണോ വീടിൻ്റെ ഡയഗ്രാമാണ്, വീടിൻ്റെ ഡയഗ്രാം കറക്റ്റായിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ട ലീഡുകൾ എവിടേക്കാണ് വേണം, എങ്ങനെയാണ് തെളിയേണ്ടത്, പിന്നെ LED സ്ട്രിപ്പുകൾ സൈഡിലുണ്ടോ, അതെല്ലാം ആദ്യമേ തന്നെ തീരുമാനിക്കണം. ആദ്യമേ തന്നെ തീരുമാനിച്ചതിന് ശേഷം മാത്രമായിട്ടാണ് നമ്മൾ സീലിംഗ് വർക്ക് തുടങ്ങുന്നത്. സീലിംഗ് വർക്ക് അതിന് ശേഷം നമുക്ക് എത്ര വാട്ട്സിൻ്റെ ലൈറ്റ്സുകളാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഏതൊക്കെ ലൈറ്റ്സുകൾ ഒരുമിച്ച് തെളിയണം, ഏതൊക്കെ കോർണർ ലൈറ്റ്സുകളാണ് ഒരുമിച്ച് തെളിയേണ്ടത്, അല്ലെങ്കിൽ സൈഡ് ലൈറ്റുകൾ എങ്ങനെയല്ല, അതെല്ലാം ആദ്യമേ തീരുമാനിക്കണം. അതിന് ശേഷമാണ് നമ്മൾ വയറിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, 20 mm പൈപ്പ് അല്ലെങ്കിൽ 16 mm പൈപ്പ്. 20 ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. 20 mm പൈപ്പ് ഉപയോഗിച്ചിട്ട് PVC പൈപ്പ്, ISA പൈപ്പ് വേണം നിർബന്ധമൊന്നുമില്ല, നോർമൽ പൈപ്പ് ആയാലും മതി. പിന്നെ ജംഗ്ഷനുകൾ എവിടേക്കോ ലൈറ്റ്സ് വേണ്ടേ അവിടെയെല്ലാം ജംഗ്ഷൻ ഇട്ടതിന് ശേഷം ഫ്ലെക്സിബിൾ ഹോസ് കാണാം. ഫ്ലെക്സിബിൾ ഹോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നീണ്ട് കിടക്കുന്നുണ്ട്. താഴേക്ക് ഒരേ കാണാം ഫ്ലെക്സിബിൾ ഹോസ്. ഈ ഫ്ലെക്സിബിൾ ഹോസ് എന്തിനിടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈറ്റ്സുകൾ നമ്മൾ പറയുന്നതിനേക്കാൾ തീരുമാനിക്കാനൊക്കെ കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഈ ഫ്ലെക്സിബിൾ ഹോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ സാധിക്കും. മറ്റേ 20 mm പൈപ്പ് ആണെങ്കിൽ അത് ഫിക്സഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അനക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലെക്സിബിൾ ഹോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അതുമാത്രമല്ല, ഫ്ലെക്സിബിൾ ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മുടെ ലൈറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഏരിയ ഫ്ലെക്സിബിൾ ഹോസ് ഇട്ട് കണക്ട് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകൾ വശം നമുക്ക് സീലിംഗ് ചെയ്തതിന് ശേഷം കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കത്ത് പിടിക്കാതെയും ഷോർട്ട് ആവാതിരിക്കുന്നതിന് വേണ്ടി ഫ്ലെക്സിബിൾ ഹോസ് നമ്മൾ ഇട്ടിട്ട് വേണം ഓരോ കണക്ഷനും കൊടുക്കാനായിട്ട്. പിന്നെ ഏറ്റവും തുമ്പത്തായിട്ട് ഫ്ലെക്സിബിൾ ഹോസ് ഇട്ടതിന് ശേഷം ലീഡുകൾ വലിക്കുന്ന സമയത്ത് കണക്ടറുകളോട് ഇടുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു ലൈറ്റ് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ആയിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൽ നിന്ന് ഊരിയെടുക്കാനൊക്കെ വളരെ സിമ്പിളായിരിക്കും. ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സീലിംഗ് ചെയ്യുന്ന സമയത്ത് വയറിങ്ങിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നീട് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഏതൊക്കെ ഐഡിയാസ്, അതായത് എവിടെയൊക്കെ ലൈറ്റ് വേണമെന്ന് ഉദ്ദേശിച്ച് അതിനനുസരിച്ചിട്ട് നമ്മൾ ലൈറ്റിൻ്റെ ലീഡുകൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 4 കോർണറിലും ഒറ്റ സ്വിച്ചിൽ തെളിയണമെങ്കിൽ ആ 4 കോർണറിലേക്ക് ഒറ്റ ലീഡ്, ഒറ്റ വയർ വലിച്ചു കൊണ്ടുപോയിട്ടാണ് എല്ലാം കൂടി ഒന്നിച്ച് ആ 4 എണ്ണം കൂടി ഒന്നിച്ചാണ് ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.